വരും ദിവസങ്ങളിൽ കൂടുതലും അറിയാൻ കഴിയുന്നത് ഇതിൽ ആളുകൾ ഇനിയും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത് ഗൂഢാലോചനപരമായിട്ട് കൊട്ടേഷൻ സംഘത്തിനെ ഏൽപ്പിച്ചുകൊണ്ടിട്ടുള്ള ഒരു ആക്രമണമാണ് എന്നാണ് എൻ്റെ ബലമായ സംശയം. അത് ഓരോ ദിവസം തോറും കഴിയും തോറും തെളിഞ്ഞു വരികയാണ്. ഇവിടെ സാധാരണക്കാരായ ആളുകൾക്ക് സ്വൈര്യമായി ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇവിടെ വരുന്ന കണ്ണുനീരൊലിപ്പിച്ച് വരുന്ന ആളുകൾ പോലും പറയുന്നുണ്ട്. ഇന്നലെ രാത്രിയൊക്കെ ഒരുപാട് നൂറുകണക്കിന് ആളുകൾ ഇവിടെ വരുന്നുണ്ട് അറിഞ്ഞുകൊണ്ട്. ആരും പ്രതികരിക്കുന്നില്ല. നമുക്കിപ്പോൾ നിരപരാധിയായ കുട്ടി പോയത് കൊണ്ടാണ് ഇത്ര നമ്മൾ പ്രതികരിക്കുന്നത്. ഒന്നിനും അവൻ്റെ ടീച്ചേഴ്സ് ആയി കഴിഞ്ഞാലും അവന് 7 വർഷം ഇഷാത്ത് പബ്ലിക് സ്കൂളിൽ പഠിച്ചു, അത് കഴിഞ്ഞ് MJL പഠിച്ചു, അത് കഴിഞ്ഞ് അവൻ മദ്രസയിൽ പഠിച്ചു. എല്ലാവരും ഓരോ സങ്കടം ഒന്നായിട്ട് പറയുന്നത് അവനൊരു തെറ്റും ചെയ്യാത്തൊരു കുട്ടിയാണ്. പക്ഷേ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വരും തലമുറയ്ക്ക് വൻ ഭീഷണിയായിട്ടാണ് ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഒരു പ്രതിവിധിയായിട്ട് രാഷ്ട്രീയമോ മതമോ ഒന്നും നോക്കാതെ ജനങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനെ ശക്തമായി എതിർക്കണം എന്നാണ് എൻ്റെ അപേക്ഷ. നീതിപീഠമായാലും ഗവൺമെൻറ്റിൽ ഉറച്ച വിശ്വാസമുണ്ട്, അതേപോലെ നീതിപീഠത്തിൽ ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ട് നിഷ്പക്ഷമായിട്ട് ഇതിന് എത്രത്തോളം ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നാണ് വിനീതമായി എനിക്ക് അപേക്ഷിക്കാനുള്ളത്. വരും ദിവസം എനിക്ക് തോന്നുന്നത് ഇതൊക്കെ തേച്ച് മാച്ച് കളയാൻ അവർക്ക് കഴിയും. അതിനുള്ള സ്വാധീനമുള്ള ആളുകളാണ് അതിന് വേണ്ട ആളുകളെ പിടിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഈ 10ാം ക്ലാസ്സിൽ നിന്ന് കോപ്പി അടിച്ച കുട്ടികളെ എക്സാം എഴുതാൻ സമ്മതിക്കാത്ത സമയത്ത്, അങ്ങനെ നിയമമുള്ള സമയത്താണ് ഇപ്പോൾ ക്രിമിനലായ കുട്ടികളെ എക്സാം എഴുതാൻ പ്രൊട്ടക്ഷൻ കൊടുത്ത് എഴുതാൻ സമ്മതിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അതൊക്കെ ഒന്നുകൂടി ഒരു പ്രചോദനം അവർക്ക് കിട്ടുകയാണ്. ഈ വർഷം അവർ പരീക്ഷ എഴുതണ്ട, അടുത്ത വർഷം അവർക്ക് ചാൻസ് കൊടുക്കുക എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ തന്നെ കുട്ടികളിൽ ഒരു ബോധം വരിക ചെയ്യുക.